എഴുകോൺ ശ്രീ അക്കാദമിയുടെ ഹയർ സെക്കൻഡറി ബ്ലോക്കിന്റെ തറക്കല്ലിടൽ കർമ്മം നടത്തി. മന്ത്രി കെ.എൻ. ബാലഗോപാൽ തറക്കല്ലിടൽ കർമ്മം നിർവഹിച്ചു. എഴുകോൺ ശ്രീ അക്കാദമിയുടെ ഹയർ സെക്കൻഡറി ബ്ലോക്കിന്റെ തറക്കല്ലിടൽ കർമ്മം നടത്തി. മന്ത്രി കെ.എൻ. ബാലഗോപാൽ തറക്കല്ലിടൽ നിർവഹിച്ചു. ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനമാകുമ്പോൾ എല്ലാ സംസ്ഥാനങ്ങളിലും സ്കൂളുകളിലും സ്കൂളിലും യൂണിവേഴ്സിറ്റികളിലും പോകും, യാത്ര ധാരാളം ചെയ്യും. ഉത്തർപ്രദേശിലും ആന്ധ്രയിലും ഒക്കെ ആസാമിലും ഒക്കെ വാൾ റൈറ്റിംഗിൽ എഴുതി വെച്ചേക്കുന്ന സ്കൂളുകളുടെ പരസ്യമാണ്. ഇന്ന ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ബ്രാക്കറ്റിൽ കേരള ടീച്ചേഴ്സ്. ഇത് ഞാൻ അതിശയോക്തി പറയുന്നല്ലോ. കേരളത്തിലെ അധ്യാപകർക്ക് പണ്ട് കാലത്ത് നമ്മുടെ കൊല്ലം ടൗണിലെ ഇൻഫന്റ് ജീസസ് ആംഗ്ലോ ടീച്ചേഴ്സ് ഒരു പ്രചരണം ഉണ്ടാകണം എന്ന് പറയുന്ന പോലെ നമ്മുടെ ഏറ്റവും മെച്ചമാണെന്നുള്ള അഭിമാനം, അധികമായ അഭിമാനം തന്നെ പറഞ്ഞു. സ്കൂൾ ചെയർമാൻ വി.ആർ. ബാബുരാജ് അധ്യക്ഷത വഹിച്ചു. സ്കൂൾ ഡയറക്ടർ സരസ്വതി സ്വാഗതം പറഞ്ഞു. കർമ്മയോഗ ദേശീയ കോർഡിനേറ്റർ ജയചന്ദ്ര മേനോൻ മുഖ്യപ്രഭാഷണം നടത്തി. എഴുകോൺ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിജു എബ്രഹാം, വാർഡംഗം രതീഷ് കിളിത്തട്ടിൽ, ആർട്ട് ഓഫ് ലിവിംഗ് സംസ്ഥാന ട്രഷറർ ജി. പത്മാകരൻ, മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളായ തിലകൻ, ഡോക്ടർ ജനാർദ്ദനൻ കുമ്പളത്ത്, കെ.എസ്. അനിൽ, ആർട്ട് ഓഫ് ലിവിംഗ് ജില്ലാ പ്രസിഡന്റ് മയ്യനാട് പ്രദീപ്, സെക്രട്ടറി വെള്ളിമൺ പ്രദീപ്, മുൻ ജില്ലാ പ്രസിഡന്റ് ഏനാത്ത് രാജീവ്, സ്കൂൾ പ്രിൻസിപ്പൽ അമ്പിളി, PTA പ്രസിഡന്റ് ഇന്ദുലാൽ തുടങ്ങിയവർ പങ്കെടുത്തു. പിന്നോക്കം നിൽക്കുന്ന സാമൂഹ്യവസ്ഥയിൽ പിന്നോക്കം നിൽക്കുന്ന പ്രദേശങ്ങളിലൊക്കെ കേരളത്തിൽ ബന്ദരക്ക് എന്ന് പറയുന്ന സ്ഥലത്ത് പോലും ഇത്തരത്തിലുള്ള കലാലയങ്ങളും സ്കൂളുകളും ഉണ്ട്. അതേസമയം 100ഓളം CBSE അംഗീകാരമുള്ള സ്കൂളുകൾ ദേശീയ തലത്തിൽ 8000ഓളം വിദ്യാർത്ഥികൾ പഠിക്കുന്ന ശ്രീ യൂണിവേഴ്സിറ്റി ഒഡീഷയിൽ തുടങ്ങിയ വിദ്യാഭ്യാസം സംഭാവന നൽകുന്ന വലിയൊരു ശൃംഖല തന്നെയാണ് ദേശീയ തലത്തിൽ. ന്യൂസ് ബ്യൂറോ, കുണ്ടറ.